മുന്നിൽ ട്രാഫിക് ഒന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡ്. പക്ഷേ എൻ്റെ പിന്നിൽ ഒരുപാട് വണ്ടികൾ നിരനിരയായി വരുന്നുണ്ട്. കാരണം ഈ മുന്നിൽ പോകുന്ന കാറ് തന്നെയാണ്. പതുക്കെ പോകുന്നത് ഒരു പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നവരോട്, ഇതൊരു 2 വേ ലൈനാണ്, അതും മെയിൻ റോഡ്. ഈ റോഡ് അനുവദിച്ചിട്ടുള്ള വേഗതയിൽ നിങ്ങൾക്ക് തീർച്ചയായും പോകാൻ സാധിക്കും. അതിൽ കുറഞ്ഞു ഓടിക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പിന്നിൽ നിരനിരയായി വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അവരെയെല്ലാം നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വാഹനം ഒന്ന് ഒതുക്കി പിറകിൽ വരുന്ന KSRTC ഞാൻ കടത്തിവിട്ടു. ആ ബസ്സിന് സമയത്തിന് പോകണമല്ലോ. ഇവിടെ ആ ബസ്സിന് നഷ്ടപ്പെടുന്ന സമയം തിരിച്ചു പിടിക്കാൻ കൂടുതൽ വേഗതയിൽ ചിലപ്പോൾ ഓടേണ്ടി വരാം. അതുപോലെ അനാവശ്യമായ ഓവർടേക്കിങ്ങും. കുറേ നേരമായിട്ടും ആ കാറ് മുന്നിൽ തന്നെയാണ് പോകുന്നത്, ആരെയും കടത്തിവിടുന്നില്ല. കണ്ടിന്യൂസ് ആയി വെള്ളവര കിടക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുകയുമില്ല. ഞാനും പോവില്ല, നിങ്ങളെയും പോകാൻ അനുവദിക്കില്ല എന്നതാണ് വാഹനമോടിക്കുന്ന ചിലരുടെ മനോഭാവം. ഇവരെല്ലാം കടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ നമുക്ക് ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ടി വരും. കാർ ഓടിക്കുന്ന പലർക്കും ഇതുവരെയും കോൺഫിഡൻസ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം ലൈനിൽ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടാം. പക്ഷേ അപ്പുറത്തെ ലൈനിൽ വണ്ടി പോകുന്നതിന് നിങ്ങൾ എന്തിനാണ് സഹോ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുന്നത്? നിങ്ങൾക്ക് കയറിപ്പോകാൻ കൃത്യമായ സ്ഥലമുണ്ടായിട്ടും ആ സൈക്കിളുകാരനെയും സ്കൂട്ടറുകാരനെയും നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഇതുപോലുള്ള ഡ്രൈവർമാരാണ് പലപ്പോഴും പിറകിൽ വലിയ ട്രാഫിക് ലൈനുകൾ സൃഷ്ടിക്കുന്നത്. സ്വന്തം കാറിൻ്റെ റിയർ വ്യൂ മിറർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പിറകിൽ വരുന്നവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ കൊണ്ട് എന്നത്. നിങ്ങളുടെ മുന്നിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ബമ്പർ ടു ബമ്പറാണ് വാഹനങ്ങൾ പോകുന്നതെങ്കിൽ ഇങ്ങനെ പോകുന്നത് സമ്മതിക്കാം. പക്ഷേ മുന്നിലൊരു വാഹനമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലും നിങ്ങൾ എന്തിനാണ് ഇത്രയും സ്ലോ ആയി വാഹനം ഓടിക്കുന്നത്? അതും ഒരു കാറ്. ഈ മെല്ലെപ്പോക്കുകാർ കാരണം അനാവശ്യമായി ഓവർടേക്ക് ചെയ്ത് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാറുമുണ്ട്. അടുത്തതായി തിരുവനന്തപുരത്തെ MC റോഡാണിത്. റോഡ് നിറച്ചും വരയും കുറിയും അതുപോലെ ഒരുപാട് വളവുകളുമുള്ള ഒരു റോഡാണിത്. ഇവിടെ മുന്നിൽ പോകുന്ന ഈ 2 കാറുകളല്ല പ്രശ്നക്കാർ. ഏറ്റവും മുന്നിലായി പോകുന്ന ഒരു ആൾട്ടോ കാറാണ്. വളരെ പതുക്കെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് നിഷ്കർഷിച്ചിട്ടുള്ള വേഗത 50 കിലോമീറ്ററാണ്. അതിൻ്റെ അകത്ത് ഓടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ തൊട്ട് പിറകിലും എൻ്റെ മുന്നിലുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ അനാവശ്യമായി നിരനിരയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ട മുന്നിലുള്ള ഈ പച്ചക്കാറ് റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ഡബിൾ ലൈൻ ഈ റോഡിൽ പോകുന്നതുകൊണ്ട് തന്നെ തീരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമപരമായി. ഡ്രൈവർമാർ ശരിക്കും ക്ഷമയുള്ളവരായിരിക്കണം. പക്ഷേ ചില സമയത്ത് അവരുടെ ക്ഷമയും നശിക്കും. സേഫായി ഓവർടേക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ മുന്നിൽ പോയി ആ കാറിലുള്ളവരെ നോക്കി. ഒരു ലേഡിയാണ് ആ കാർ ഓടിക്കുന്നത്, കൂടെ പാസഞ്ചേഴ്സുമുണ്ട്. അവരെല്ലാം സംസാരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിറകിലുള്ള ഞങ്ങളാരും ഹാപ്പി അല്ലല്ലോ. നിങ്ങൾക്ക് പതുക്കെ പോകണമെങ്കിൽ പൊയ്ക്കോളൂ. നിങ്ങളുടെ റിയർ വ്യൂ മിറർ ഒന്ന് നോക്കുക. പിറകിൽ ഒരുപാട് വാഹനങ്ങൾ ക്യൂവിലാണെങ്കിൽ ആ റോഡ് അനുവദിക്കുന്നുവെങ്കിൽ അവരെ ഒന്ന് കടത്തിവിടുക. ഇതൊരു അപേക്ഷ മാത്രമാണ്. അപ്പോൾ വീണ്ടും കാണാം.